ഹലോ ഫ്രണ്ട്സ്, അണ്ടർ കവർ ഹൈസ്കൂൾ എപ്പിസോഡ് 10 സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഹേസുവിൻ്റെ നെയിം കാർഡ് വലിച്ചൂരുന്ന ചെയർവുമൺ ആണെങ്കിൽ ഇനി ഈ ഗെയിം തുടരേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് വൈസിയോടാണെങ്കിലും ഇത്രയും പെട്ടെന്ന് ഇവനെ പുറത്താക്കാനുള്ള പേപ്പേഴ്സ് ഒക്കെ റെഡിയാക്കാൻ പറയുന്നുണ്ട്. പ്രിൻസി ആണെങ്കിൽ ആ ടൈമിൽ എല്ലാ ടീച്ചേഴ്സിനോടും ഉള്ളിലേക്ക് പോകാൻ പറയുന്നതും അപ്പോൾ ഹീസു ആണെങ്കിലും നിങ്ങൾ എങ്ങനെ പുറത്തിറങ്ങി എന്ന് ചോദിക്കുമ്പോൾ അത് സീക്രട്ട് ആണെന്ന് പറയുന്ന ചെയർവുമണിനോട് ഇവനാണെങ്കിൽ ആ നെയിം കാർഡ് തിരിച്ചു തരാനാണ് പറയുന്നത്. ഞാനില്ലെങ്കിൽ നിങ്ങൾക്ക് ആ തേർഡ് സ്റ്റോറി കണ്ടെത്താൻ കഴിയില്ല എന്ന് പറയുന്ന ഹീസുവിനോട് അതിന് തേർഡ് സ്റ്റോറി ഞാൻ എപ്പോഴേ കണ്ടെത്തി എന്നാണ് ചെയർവുമൺ അവിടെ പറയുന്നത് കേട്ടോ. ആളത്ര ബുദ്ധിയില്ലാത്ത ആളൊന്നും അല്ലല്ലോ. ഹോസ് കണ്ടുപിടിച്ച ആ ഒരു ക്ലൂ ഇതുപോലെ ചെയർവുമണ്ണും കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിൽ കൂടുതൽ നിനക്ക് എന്തെങ്കിലും അറിയൂ, അങ്ങനെയാണെങ്കിൽ പറഞ്ഞു തന്നാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഇവളുടെ കാറിൽ ഫിറ്റ് ചെയ്ത GPS എടുത്തു കൊടുത്ത് ഒരു ഭ്രാന്തിയെ പോലെ ചിരിച്ചുകൊണ്ടാണ് ചെയർവുമൺ അവിടെ നിന്നും പോകുന്നത്. ഹോസു ആണെങ്കിലും പിന്നീട് വൈസിയോട് പോയിട്ട് അവനെ പുറത്താക്കരുത്, ഇത് പോളിസിക്ക് എതിരെയാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ വൈസി അവിടെ ചൂടാകുന്നുണ്ട്. ഇത് മുകളിൽ നിന്നുള്ള ഉത്തരവാണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്ന വൈസിയാണ് കാണിക്കുന്നത്. ഇവൻ്റെ ക്ലാസ്സിലാണെങ്കിൽ ഇവനെ പുറത്താക്കിയത് അറിഞ്ഞ് പിള്ളേഴ്സൊക്കെ ഭയങ്കര വിഷമത്തിലായിരിക്കും. എന്നാൽ എന്തിനായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തത്, ഇവൻ എന്ത് തെറ്റാലേ ചെയ്തത്, നമുക്ക് എല്ലാവർക്കും നേരിട്ട് പോയിട്ട് ആളോട് സംസാരിക്കാമെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹീസു ആണെങ്കിൽ വേണ്ട, നിങ്ങൾ വെറുതെ പ്രശ്നത്തിലൊന്നും ഇടപെടേണ്ട, എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോൾ ധൂമിനാണെങ്കിലോ നീ ശരിക്കും പോവുകയാണോ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും എനിക്ക് ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ് ഹീസു സ്കൂളിൽ നിന്ന് തിരിച്ചു പോകുന്നതാണ് കാണിക്കുന്നത്. അതായത് സ്കൂളിലെ വിലസലുകളൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. ഈ പ്രശ്നങ്ങളൊക്കെ കാരണം VIP സ്റ്റുഡൻസ് ഒരുപാട് പേര് ഇവിടെ നിന്ന് പോകാൻ നോക്കുകയാണെന്ന് പറയുമ്പോൾ അതൊക്കെ ഇഗ്നോർ ചെയ്യാൻ പറയുന്ന ചെയർവുമൺ ഒരു യൂസും ഇല്ലാത്ത ആളുകളെ നമ്മുടെ കൂടെ കൂട്ടേണ്ട ആവശ്യമില്ല, അവരുമായിട്ടുള്ള എല്ലാ ബന്ധവും അങ്ങ് നിർത്തിയേക്കണം എന്ന് പറഞ്ഞ് ഹീസുവിൻ്റെ ഒരു ഫയൽ ഉണ്ടായിരിക്കും സിസ്റ്റത്തിൽ. ഇവനെ പോലെ എന്ന് പറഞ്ഞ ഒരു ഫയൽ അവിടെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാനിപ്പോൾ ഫിനിഷിംഗ് ലൈനിൽ എത്തിയിരിക്കുകയാണ്, ഇനി ഒന്ന് ആഞ്ഞു ശ്രമിക്കുകയാണെങ്കിൽ ആ ഗോൾഡ് ബാർ എൻ്റെ കയ്യിലെത്തുമെന്ന് പറയുന്ന ചെയർവുമണെയാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ഹീസും ഇവൻ്റെ ടീം മെമ്പേഴ്സൊക്കെ നല്ല വിഷമത്തിലായിരിക്കും കേട്ടോ. ഡയറക്ടർ എന്തായാലും ആ സ്ത്രീയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുന്ന സീനിയർ പറയുമ്പോൾ പക്ഷേ തെളിവുകളൊക്കെ ഭയങ്കര സോളിഡ് ആയിരുന്നില്ലേ, ഇങ്ങനെയൊക്കെ സംഭവിക്കൂ എന്നാണ് ഹ്യൂൻ അവിടെ ചോദിക്കുന്നത്. തെളിവുകൾ ഇല്ലാതാക്കാനും മാറ്റി പറയാനാണോ ബുദ്ധിമുട്ട്, ഡയറക്ടർ വിചാരിച്ചാൽ അതല്ല അതിനപ്പുറം സംഭവിക്കുമെന്ന് സീനിയർ പറയുന്ന ടൈമിൽ ഈ ലേഡി സ്റ്റാഫ് ആണെങ്കിൽ ആളിപ്പോൾ സ്കൂളിൽ നിന്ന് പുറത്തായി, സ്കൂളിൽ ഉണ്ടെങ്കിലല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ, പുറത്ത് നിന്നിട്ട് നമ്മൾ എന്തോ ചെയ്യാനാ, ഇതൊന്നും ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ഹീസു ആണെങ്കിലോ ഇല്ല, ഇതെല്ലാം നടക്കും, നമ്മൾ ആ ഗോൾഡ് ബാർ കണ്ടുപിടിക്കും, ഇതെൻ്റെ അച്ഛൻ്റെ ലാസ്റ്റ് മിഷൻ ആയിരുന്നു, നമുക്കിത് കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇവരൊന്ന് കോൺഫിഡൻസ് ആയി വരുന്ന ടൈമിലാണ് ഇവരുടെ ഹൈ ടീമിലുള്ള ആളുകൾ ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യാൻ വരുന്നതും സീനിയറുടെ ഡെസ്കിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് പൈസ കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് കൈക്കൂലി പണം ഓൾറെഡി സെറ്റാക്കിയ ഒരു ട്രാപ്പ് ആയിരിക്കും. എന്തായാലും ഓഫീസ് പൂട്ടാനാണ് പറയുന്നത്. അതായത് ഈ ഓഫീസ് പൂട്ടിപ്പിക്കാനും ഇവരിത് അന്വേഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാൻ ആയിരിക്കും. അപ്പോൾ ലേഡി സ്റ്റാഫും ഹ്യൂനൊക്കെ ചൂടാകുന്നുണ്ട്. ഹീസും ആണെങ്കിലും ഇതിന് ആരാ ഓർഡർ തന്നെയെന്നൊക്കെ ചോദിക്കുന്നതും അപ്പോൾ സീനിയർ ആണെങ്കിൽ ഇവരോട് സമീപനം പാലിക്കാനാണ് അവിടെ പറയുന്നത്. ആ ടൈമിലാണ് കറക്റ്റ് ചെയർവുമണിൻ്റെ കോള് വരുന്നതും ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തയച്ചിരുന്നു, ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല, എന്തായാലും ഇതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ ഉടനെ അറിയിക്കുന്നതായിരിക്കുമെന്ന് പറയുന്ന ഹീസുവിനോട് അതെയോ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ടാർഗറ്റ് ഓസു ആയിരിക്കും എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹീസു ഒന്ന് പതറുന്നുണ്ട്. നിന്റെ ടീം മെമ്പേഴ്സിനോട് ഞാൻ ചെയ്തത് വെറും എക്സാമ്പിൾ മാത്രമാണെന്ന് പറയുന്ന ചെയർവുമൺ ആണെങ്കിലും ജപ്പാനിൽ കൊത്തിവെച്ച 3 മങ്കീസിനെ അറിയൂ, അതായത് ഈ ഈവിളിനെ കാണരുത്, കേൾക്കരുത്, അതിനെപ്പറ്റി സംസാരിക്കരുത് എന്നായിരിക്കും അതിൻ്റെ അർത്ഥം. അതുപോലെ അനുസരണയുള്ള ഒരു മങ്കിയായിട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഈവിളെന്ന് പറയുന്നത് ഞാനാണ്, എന്നെപ്പറ്റി അറിയാനോ അല്ലെങ്കിൽ കേൾക്കാനൊന്നും ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്ന ചെയർവുമണിനോട് നിങ്ങൾ എന്നെ അഡ്വൈസ് ചെയ്യാണോ അതോ ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് ഹീസു അവിടെ ചോദിക്കുന്നുണ്ട്. ഇനിയും താൻ എനിക്കെതിരെ വരികയാണെങ്കിൽ ഓസുവിനെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് നൈസായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആള് കോഡ് കട്ട് ചെയ്യുന്നത്. പിന്നീട് ഹീസു ആണെങ്കിൽ വിഷമത്തിൽ ഡ്രിങ്ക്സ് അടിക്കുമ്പോൾ അങ്ങോട്ട് വരുന്ന ഹോസുവിനോട് ഇവൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ചെയർവുമണിൻ്റെ നെക്സ്റ്റ് ടാർഗറ്റ് ഇവളാണെന്ന് പറയുന്നതും വിഷമിച്ചിരിക്കുന്ന ഇവനോട് എന്താ നീ അത് കേട്ട് പേടിച്ചോ, അതുകൊണ്ട് ഇതിൽ നിന്ന് പിന്മാറാനാണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവളാണെങ്കിൽ ഇങ്ങനെ പേടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവർ കോൺഫിഡൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിനക്ക് പേടിയില്ലേ എന്ന് ചോദിക്കുന്ന ഹീസുവിനോട് തീർച്ചയായിട്ടും എനിക്ക് പേടിയുണ്ട്, പക്ഷേ ആ പേടി വിചാരിച്ച് ഞാനിപ്പോൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ വരും തലമുറയിലെ കുട്ടികളുടെ ഭാവിക്ക് അതൊരു ഭീഷണിയായിരിക്കും. അതായത് ആ ഒരു എഡ്യൂക്കേഷൻ സിറ്റി പ്രൊജക്റ്റ് സക്സസ് ആവുകയാണെങ്കിൽ പിള്ളേരുടെ ഡ്രീമാണ് അവിടെ തകർന്നു പോകുന്നത്, അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒട്ടും പേടിയില്ല എന്ന് പറയുന്ന ഇവളാണെങ്കിൽ ഇത് മുന്നോട്ട് തുടരാനാണ് പറയുന്നത് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന ഹീസു ആണെങ്കിലും നീ ശരിക്കും ഇപ്പോൾ മുതിർന്ന ആളുകളെ പോലെയാണ് സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ ഹോസു ആണെങ്കിലും അത് പിന്നെ ഞാനൊരു ടീച്ചറല്ലേ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന നൈസ് സീൻ അവിടെ കാണിക്കുന്നുണ്ട്. പിന്നീട് ഹീസു ആണെങ്കിലും അങ്കിളിനെ വിളിക്കുന്നതും എടാ ഇവിടെ ആകെ പ്രശ്നമാണ്, നമ്മുടെ ഓഫീസൊക്കെ പൂട്ടി, ഇത് നമുക്കങ്ങ്
നിർത്താമെന്ന് പറയുമ്പോഴേക്കും ഇവനാണെങ്കിലും ഞാനിത് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പ് വേണം, ഓഫീസല്ലേ അവർ പൂട്ടിയത്, ഇവിടെ എൻ്റെ വീടുണ്ടല്ലോ, ഇവിടെ വെച്ച് നമുക്ക് അന്വേഷിക്കാമല്ലോ എന്നൊക്കെ പറയും. ഇത് കേൾക്കുന്ന ഹ്യൂനിനും ലേഡി സ്റ്റാഫിനും ഒക്കെ അങ്ങ് സന്തോഷം വരുന്നുണ്ട്. അങ്കിളാണെങ്കിലും സന്തോഷത്തിൽ നീ എൻ്റെ മകൻ തന്നെയാടാന്നൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സീനിൽ ചെയർവുമണിനെ കാണുന്ന ഡയറക്ടർ ആണെങ്കിൽ ഇനി ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ചങ്ങ് പൊക്കി അടിക്കുന്ന ടൈമിൽ, അതായത് ഇയാൾ എന്തോ വലിയ കാര്യം ചെയ്തു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ടൈമിൽ ഇത് കേൾക്കുന്ന ചെയർവുമണിന് ചിരിയാണ് വരുന്നത്. ഇവള് പറയുന്നുണ്ട്, എൻ്റെ അച്ഛനൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മുടെ സെർവൻസിന് വൈറ്റ് റൈസ് കഴിക്കാൻ കൊടുക്കുകയാണെങ്കിൽ കുറേ കഴിഞ്ഞ് അവർ വിചാരിക്കും അവരേതോ നോബിൾ ഫാമിലിയിലുള്ളതാണെന്ന്, അത് തെറ്റല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഡയറക്ടർ അങ്ങ് ദേഷ്യം വരുന്നതും നിങ്ങൾ എന്താ സംസാരിച്ചെന്ന് പറഞ്ഞ് ചെയർവുമണിന്റെ നേരെ വരുമ്പോൾ പ്രിൻസി ആണെങ്കിലും ഇയാളുടെ കഴുത്തിൽ കയർ ഉപയോഗിച്ച് അങ്ങ് വലിഞ്ഞു മുറുക്കുകയാണ്. എന്നെ പഠിപ്പിക്കാൻ നീ ആരാ? ഈ NICയിൽ ഒരു ഡയറക്ടറുടെ പൊസിഷനിൽ നിന്ന് ഇരുത്തിയത് തന്നെ ഞാനാണ്, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി, തിരിച്ച് സംസാരിക്കേണ്ട, എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ നക്കാപ്പിച്ചങ്ങ് വെച്ച് തരും എന്നൊക്കെ പറഞ്ഞ് ഒരു ഭീകരിയായിട്ടുള്ള ചെയർവുമണിനെയാണ് അവിടെ കാണിക്കുന്നത്. സ്കൂളിലാണെങ്കിലോ പിന്നീട് കഫ്റ്റീരിയയിൽ ആകെ ബഹളായിരിക്കും കേട്ടോ. അങ്ങോട്ട് വരുന്ന എനയാണെങ്കിൽ ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ, അതായത് YC ബോയ് അവിടെ പറയുന്നുണ്ട് പിള്ളേരെ അവരുടെ മാർക്ക് അനുസരിച്ചിട്ട് ഓരോ സെക്ഷനാക്കി തിരിച്ച് ആ ഓരോ സെക്ഷനും ഓരോ ടൈപ്പ് ഫുഡാണ് കൊടുക്കുന്നത്, ഒരു ചീപ്പ് പരിപാടിയാണ്. യുജോങ് ആണെങ്കിലും ഈ ചെയർവുമൺ ഇത്രയും തരം താഴ്ന്ന പ്രവൃത്തി ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്ന് പറയുന്ന ടൈമിലാണ് ഹീസുവിൻ്റെ കോള് വരുന്നതും. ഇത് കാണുന്ന മറ്റൊരു പെൺകുട്ടിയാണെങ്കിൽ ഹീസു അല്ലേ, ഹീസു നീ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടോ, അവനെന്തിനാ നിന്നെ വിളിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ യുജോങ് ആണെങ്കിലും എനിക്കറിയത്തില്ല, എന്തിനാവോ, ഇത് വേറെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ് നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ടാകുന്നതും ഈ പെൺകുട്ടിയോട് എനയാണെങ്കിൽ നീ അങ്ങോട്ടല്ല ലാസ്റ്റ് സെക്ഷനിലേക്കാന്ന് പറയുമ്പോൾ, അതായത് ഈ പെൺകുട്ടിക്ക് മാർക്ക് കുറവായതുകൊണ്ട് തന്നെ വളരെ മോശമായിട്ടുള്ള ഫുഡായിരിക്കും കേട്ടോ. അപ്പോൾ വിഷമിക്കുന്ന ഈ ഒരു ഗേളിനെയാണ് അവിടെ കാണിക്കുന്നത്. പിന്നീട് കോൾ അറ്റൻഡ് ചെയ്യുന്ന യുജോങ് ആണെങ്കിലും ഹലോ സീക്രട്ട് ഏജന്റ് യുജോങ് സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ചേട്ടന് ചിരി വരുന്നുണ്ട് കേട്ടോ. അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് ചോദിക്കുന്ന ചേട്ടനോട് ഈ ഗ്രേഡ് അനുസരിച്ച് ഫുഡ് കൊടുക്കുന്ന കാര്യവും അതുപോലെ ഇപ്പം മാർക്കൊക്കെ ഈ നോട്ടീസ് ബോർഡിൽ അങ്ങ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ നന്നായി പഠിക്കുന്ന പിള്ളേർ മാത്രം നൈറ്റ് ക്ലാസ്സിൽ ഇരുന്നാൽ മതി, അതായത് നൈറ്റിൽ സ്റ്റഡി കേട്ടോ, ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ ഇരിക്കും അല്ലെങ്കിൽ വേണ്ട, അതായത് അവർ സ്പെഷ്യൽ ആയിട്ടുള്ള സ്റ്റുഡൻസിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. എന്തായാലും ചെയർവുമൺ തിരിച്ചു വന്നിട്ട് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുന്നത്, സ്കൂൾ മൊത്തത്തിൽ തകിടം മറിഞ്ഞു എന്ന് പറയുന്ന അനിയത്തിയാണെങ്കിൽ അല്ല നിങ്ങൾ NIC ഏജന്റുകാർ വിചാരിച്ച എന്തെങ്കിലും നടക്കുമെന്ന് ഇവൾ ചോദിക്കുന്ന ടൈമിൽ ഇവൻ കോള് കട്ട് ചെയ്യുന്നതും ഇതൊക്കെ തന്നെ മറിഞ്ഞു നിൽക്കുന്ന ഇയനെ കേൾക്കുന്നുണ്ട്. പിന്നീട് ന്യൂഡിൽസ് കഴിക്കുന്ന ടൈമിൽ ഹീസു ആണെങ്കിൽ അത് പറഞ്ഞപ്പോൾ ആ ചെയർവുമൺ തേർഡ് ഗോസ്റ്റ് സ്റ്റോറി കണ്ടുപിടിച്ചു, ഞാനത് പറഞ്ഞില്ലായിരുന്നു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന സീനിയർ ആണെങ്കിൽ എടാ എന്നിട്ട് ഇപ്പോഴാണോ പറയുന്നത്, എന്തോരം ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാവരും ഇവനോട് ദേഷ്യപ്പെടുമ്പോൾ അത് പിന്നെ ഞാൻ മറന്നുപോയി എന്നൊക്കെ ഹീസു അവിടെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ ഹ്യൂനും ലേഡി സ്റ്റാഫും ഈ ഫോർക്ക് കൊണ്ട് ഒരുമിച്ച് ന്യൂഡിൽസ് അങ്ങ് എടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇവർ സെറ്റായെന്ന് തോന്നുന്നു. ഹീസു ആണെങ്കിലും പണ്ടത്തെ സ്റ്റുഡൻറ് കൗൺസിലിന്റെ, അതായത് അവരുടെ റൈറ്റിംഗ് എസ്സേസ് ആ ഒരു കളക്ഷന്റെ ബുക്ക് അവിടെ കൊടുക്കുന്നതും അന്നത്തെ സ്റ്റുഡൻറ് കൗൺസിലറിന്റെ അഡ്വൈസർ ആയിരുന്നു തൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ് ആള് മറ്റൊരു പേരിലാണ് അവിടെ സാറായിട്ട് വർക്ക് ചെയ്തതെന്നൊക്കെ പറഞ്ഞ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ സീനിയർ ശരിക്കും ഷോക്കാകുന്നുണ്ട്. കാരണം ഇവൻ്റെ അച്ഛൻ ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് പോയിരുന്നതെന്നൊന്നും ആൾക്കറിയില്ലായിരുന്നല്ലോ. ഈ ടൈമിൽ ഈ ബുക്ക് എങ്ങനെ കിട്ടിയെന്ന് കാണിക്കുന്നുണ്ട്, പറയേണ്ട ആവശ്യമില്ലല്ലോ, ഓസു തന്നെയാണ് ഈ പുസ്തകം ഇവന് കൊടുക്കുന്നത്. അതായത് മുന്നത്തെ സീനിൽ ഈ ഒരു ഫോട്ടോ നോക്കി ഓസു നിൽക്കുന്നതൊക്കെ കാണിച്ചിരുന്നല്ലോ. ഈ ഒരു കളക്ഷൻ ഓഫ് ബുക്കിൽ ഒരു ഫോർത്ത് ഗോസ്റ്റ് സ്റ്റോറി പറയുന്നുണ്ടെന്ന് പറഞ്ഞ് ആ ഒരു സ്റ്റോറി അവിടെ വായിക്കുന്നതും അതിൽ കമ്പ്യൂട്ടറിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സീനിയർ ആണെങ്കിലും അപ്പോൾ ഫോർത്ത് ഗോസ്റ്റ് സ്റ്റോറി കിട്ടി, ഇനി നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി എന്ന് പറയുമ്പോൾ ഈസു ആണെങ്കിലും ഈ ഒരു സ്റ്റോറി കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് അടിക്കുന്നുണ്ടോ, അല്ല ഇതിൽ കമ്പ്യൂട്ടറിനെ പറ്റി പറയുന്നുണ്ട്. ഈ ഡയറക്ടർ, അതായത് ഫസ്റ്റ് ഡയറക്ടറുടെ കാലം എന്ന് പറഞ്ഞാൽ ഒരു 1957 ആണ്. ആ ഒരു ടൈമിൽ കൊറിയയിൽ കമ്പ്യൂട്ടർ ഒന്നും കണ്ടുപിടിച്ചിട്ട് പോലും ഇല്ല. പിന്നെ എങ്ങനെ ഈ കമ്പ്യൂട്ടറിനെ പറ്റി പറയാൻ കഴിയും? എനിക്ക് തോന്നുന്നത് ടോട്ടൽ 3 ഗോസ്റ്റ് സ്റ്റോറി മാത്രമേ ഉള്ളൂ. ഈ 4ാമത്തെ സ്റ്റോറി പിന്നീട് ആരോ ഒരാൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് വെച്ചതാണ്, അതായത് ഗോൾഡ് ബാർ മറ്റാരും കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി. ഒരുപക്ഷെ ചെയർവുമൺ തന്നെ കണ്ടുപിടിക്കാതിരിക്കാനായിരിക്കണം. എന്തായാലും ആ സ്കൂളിൽ തന്നെ ഈ ഒരു ഗോൾഡ് ബാർ ഉണ്ടെന്ന് ഹീസു അവിടെ തറപ്പിച്ചു പറയുന്നതും ഇതേ ടൈമിൽ പ്രിൻസി ആണെങ്കിൽ സ്കൂളിൽ സെർച്ചിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ചെയർവുമണിനെ വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ, അതായത് ഈ മെയിൻ അസംബ്ലി ഹാളിലും അതുപോലെ ജിമ്മിലും ഈ ഒരു സംഭവം ഇല്ലാന്ന്. അതായത് നേരത്തെ ഹീസു ഇവളോട് പറഞ്ഞിരുന്നു മുന്നേ എങ്ങാനും ജിം റിനോവേഷന് കൊടുത്തിരുന്നു എന്ന്. ആ ഒരു ഡൗട്ടിൻ്റെ പേരിലാണ് കേട്ടോ ഇവിടെ സെർച്ചിങ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന ചെയർവുമൺ ആണെങ്കിൽ അപ്പോൾ അവൻ എന്നോട് നുണ പറഞ്ഞതാണല്ലേ, എന്തുമാത്രം ധൈര്യമുണ്ട് അവനെന്ന് പറഞ്ഞ് ഇനി ന്യൂ ബിൽഡിങ്ങിൻ്റെ മുക്കും മൂലയും അരിച്ചു പിറക്കാനാണ്, അതും എത്രയും പെട്ടെന്ന് അവിടെയൊക്കെ സെർച്ച് ചെയ്യാനാണ് പ്രിൻസിയോട് ചെയർവുമൺ പറയുന്നത്. ഇതേ ടൈമിൽ ഡയറക്ടർ ആണെങ്കിലും ഈ ഫസ്റ്റ് ഡയറക്ടർ എവിടേക്കാണോ ഫേസ് ചെയ്യുന്നത്, അതായത് സണ്ണിനെ നോക്കുന്ന ടൈമിൽ അവിടെ ഗോൾഡ് പ്രകാശിക്കും. ഈ ഒരു ക്ലൂവിൽ നിന്ന് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്ന ടൈമിലാണ് ലേഡി സ്റ്റാഫ് മറ്റൊരു കാര്യം പറയുന്നത്, അതായത് ഇയാൾ മുന്നേ മരിച്ചു പോയില്ലേ, ഇനിയിപ്പോൾ ഇയാൾ എങ്ങോട്ട് നോക്കുന്നു എന്നൊക്കെ നമുക്കറിയുമെന്ന് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഹ്യൂനാണെങ്കിൽ
അല്ല ഒരു പക്ഷേ അയാളുടെ വല്ല ചിത്രമൊക്കെ ആയിരിക്കും എന്ന് പറയുമ്പോൾ എന്ത് പൊട്ടത്തരാന്ന് പറഞ്ഞ് ലേഡി സ്റ്റാഫ് ഇവനോട് ചൂടാവുകയാണ്. എന്നാൽ ഇത് കേൾക്കുന്ന ഹീസു ആണെങ്കിൽ ആ നിൽക്ക് അതിനൊരു ചാൻസ് ഉണ്ട്, അയാൾ മരിച്ചു കഴിഞ്ഞില്ലേ, ഒരു പക്ഷേ അയാളുടെ ഫോട്ടോ എവിടെയുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് ആവാലോ എന്നൊക്കെ പറയുമ്പോൾ ലേഡി സ്റ്റാഫ് ആണെങ്കിൽ ബുദ്ധിയൊക്കെ ഉണ്ടെന്ന് ഹ്യൂനിനോട് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സ്കൂളിൽ ഫസ്റ്റ് ഡയറക്ടറുടെ ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരിക്കില്ലേ എന്ന് സീനിയർ അവിടെ ചോദിക്കുമ്പോൾ ഇവനാകെ കൺഫ്യൂസ്ഡ് അടിക്കുകയാണ് കേട്ടോ. എടാ നീ അവിടെ ഒരുപാട് കാലം ഉണ്ടായിരുന്നല്ലേ, എന്നിട്ട് നിനക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഹീസു ആണെങ്കിലും അങ്ങനെ പിക്കൊന്നും ആവാൻ സാധ്യതയില്ല, ഒരു പക്ഷേ സ്റ്റാച്ചു ആണെങ്കിലും എന്ന് പറഞ്ഞു. അതായത് ഇവർക്ക് കിട്ടിയ ഒരു ക്ലൂവിൽ സ്റ്റാച്ചുവിനെ പറ്റി പറയുന്നത് ഹീസു പിന്നീടാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ. അത് കൊള്ളാലോ എന്ന് പറഞ്ഞ് ഇവരാണെങ്കിലും ഈ സ്കൂളിനെ പറ്റിയിട്ട് നെറ്റിൽ സെർച്ച് ചെയ്യുന്ന ടൈമിൽ മെയിൻ ഹാളിൽ തന്നെ ഈ ഒരു ഫസ്റ്റ് ഡയറക്ടറുടെ സ്റ്റാച്ചു ഇരിക്കുന്നുണ്ട്. ആ ഒരു സ്റ്റാച്ചുവിൻ്റെ താഴെയായിട്ട് തന്നെ ഇയാൾ എന്തൊക്കെ സേവനങ്ങളാണ് ചെയ്തിരിക്കുന്നതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ജപ്പാനെതിരായിട്ടുള്ളൊരു യുദ്ധത്തിൽ കൊറിയയ്ക്ക് വേണ്ടിയിട്ട് പങ്കെടുത്തിട്ടുണ്ട്, ഒരുപാട് സേവനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന ഒരു കാര്യങ്ങളൊക്കെ വായിക്കുന്ന ഹീസുവിന് പെട്ടെന്നൊരു ഐഡിയ കിട്ടുകയാണ്. അതായത് ഇതൊരു ചെറിയ ഡൗട്ട് മാത്രമായിരുന്നുവെങ്കിലും ഇതിൽ ജപ്പാനെ പറ്റി പറയുന്നുണ്ടല്ലോ, സോ സൂര്യനെ അഭിമുഖീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ജപ്പാൻ എന്ന് പറഞ്ഞ ഉദയ സൂര്യൻ്റെ നാടാണല്ലോ, അപ്പോൾ ഈ സ്റ്റാച്ചു സണ്ണിനെ ഫേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണ്. ഈ ഒരു ഐഡിയ കത്തുന്നതും ഇവനാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ സ്കൂളിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഇതൊന്നും അറിയാത്ത സീനിയർ ആണെങ്കിൽ എടാ എന്താ കാര്യമെന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. ഹ്യൂനാണെങ്കിലും അതിന് സാറിനെ അവിടെ നിന്ന് പുറത്താക്കിയില്ലേ, പിന്നെ എങ്ങനെ കയറുമെന്ന് ചോദിക്കുമ്പോൾ അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞ് ഇവനൊന്ന് സ്റ്റക്ക് ആകുന്നുണ്ടെങ്കിലും ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്ന ഹീസുവിനെയാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ സ്കൂളിലാണെങ്കിലോ ഈ ഹീസുവിൻ്റെ പ്രശ്നത്തിന് ശേഷം പുതുതായിട്ടുള്ള ട്രാൻസ്ഫർ സ്റ്റുഡൻസ് വരികയാണെങ്കിൽ റൂൾസ് മൊത്തം ചെയർ വുമൺ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ വിഷമത്തിൽ നോക്കി നിൽക്കുന്ന ഹോസുവിനോട് എന്നാലും ഈ ഹീസുവിനെ എന്തിനായിരിക്കുമല്ലേ പുറത്താക്കിയത്, അവനുള്ളപ്പോൾ നല്ലൊരു ഓളായിരുന്നു എന്ന് പറയുന്ന റിയ ആണെങ്കിലും ചെയർ വുമണിന് ഇഷ്ടമില്ലാത്ത എന്തോ അവൻ ചെയ്തിട്ടുണ്ട്, നിനക്ക് വല്ലതും അറിയുമെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല എന്ന് ഇവർ പറയുന്നതും ഇവരാണെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരിക്കും, അതുമായിട്ട് ഡെലിവറി ബോയ് വരുന്നതും ഇത് ഡെലിവറി ചെയ്തിട്ട് പോകുന്ന ടൈമിൽ ഹോസുവിനെ നോക്കി കൈ കൊണ്ടൊരു ആക്ഷൻ കാണിക്കുന്ന ടൈമിലാണ് അത് ഹീസു ആണെന്ന് ഇവൾക്ക് കത്തുന്നത് കേട്ടോ. ഇവളാണെങ്കിൽ എന്ന് പറയുമ്പോൾ റിയ പെട്ടെന്ന് ഇവളെ നോക്കുന്നതും അല്ല എനിക്ക് വയറ് നന്നായി വേദനിച്ചിട്ട് വയ്യാന്ന് പറഞ്ഞ് ഹീസുവിൻ്റെ പിന്നാലെ പോകുന്ന ഇവളാണെങ്കിൽ എന്ത് പണിയെ കാണിച്ച് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകുമെന്ന് പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം ചെക്ക് ചെയ്യാനുണ്ട്, അത് ചെക്ക് ചെയ്തിട്ട് ഞാൻ അങ്ങ് പോയേക്കാന്ന് പറഞ്ഞ് ഇവൻ നേരെ ആ ഒരു സ്റ്റാച്ചു ഇരിക്കുന്ന മെയിൻ ഹാളിലേക്കാണ് വരുന്നത്. ഇവിടെ എന്തിനാ വന്നെന്ന് ചോദിക്കുന്ന ഹോസുവിന് പെട്ടെന്ന് കാര്യം കത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണോ സംഭവം എന്ന് ഇവളവിടെ ചോദിക്കുന്നതും ഇവനാണെങ്കിലും ഇവിടെ എന്തോ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചുറ്റും നോക്കുന്ന ടൈമിൽ ഈ സ്റ്റാച്ചുവിൻ്റെ താഴെ കുറേ കാര്യങ്ങളൊക്കെ ഇയാളെ പറ്റി എഴുതിയിട്ടുണ്ടായിരിക്കുമല്ലോ. അത് വായിക്കുന്ന ഹോസു ആണെങ്കിൽ പിന്നെ ഫ്രീഡം ഫൈറ്റർ ആര് ഈ കിളവനോ, ഇയാൾ ഒരൊറ്റൊരുത്തം കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, നാടിൻ്റെ മൊത്തം സമ്പത്ത് കളഞ്ഞു കുടിച്ചില്ലേ മോഷ്ടിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിൽ ഈ സ്റ്റാച്ചുവിൻ്റെ കഴുത്തിൽ പിടിക്കുമ്പോൾ ഇവനാണെങ്കിൽ അയ്യോ ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് അവിടെ പറയുന്നുണ്ട്. എന്നാൽ ആ ടൈമിലാണ് ആ സ്റ്റാച്ചു അങ്ങോട്ട് നീങ്ങുന്നതും, അതായത് ഇത് അനങ്ങുന്ന ടൈപ്പാണ് കേട്ടോ. ഇത് കണ്ട് ഇവർ രണ്ടുപേരും ഷോക്കായി നിൽക്കുന്നുണ്ട്. എന്നാൽ ആ ടൈമിലാണ് ആരവിടെ എന്ന് ചോദിച്ച് വൈസി അങ്ങോട്ട് വരുന്നതും ഇവനാണെങ്കിൽ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് ഇവളുടെ പിന്നിൽ ഒളിക്കുന്നുണ്ട് കേട്ടോ. എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഡെലിവറി ബോയ് ആണ്, വന്നപ്പോൾ വഴി തെറ്റിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ ഇയാൾ എന്തിനാ മെയിൻ ഹാളിൽ വന്നതെന്ന് ചോദിക്കുന്ന വൈസിയോട് അത് പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ ഹിസ്റ്ററിയെ പറ്റി അറിയാൻ ഇയാൾക്ക് നല്ല താല്പര്യമുണ്ടെന്നൊക്കെ ഹോസ് പറയുന്നതും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആർക്കാ ഡൗട്ട് അടിക്കാത്ത. വൈസിയാണെങ്കിലും ഡൗട്ട് അടിച്ചിട്ട് ആ ഹെൽമെറ്റ് ഒന്ന് മാറ്റിയെന്ന് പറയുമ്പോൾ ഇവൻ ശരിക്കും പെട്ടുപോകുന്നുണ്ട്. ഈ ടൈമിൽ ഇവൻ കറക്റ്റ് ഹെൽമെറ്റ് ഊരാൻ വരുമ്പോഴേക്കും ഹോസു ആണെങ്കിൽ ആരാന്ന് കണ്ടുപിടിക്കാമോ എന്ന് ചോദിച്ച് ഇയാളുടെ കണ്ണങ്ങ് പൊത്തുകയാണ് കേട്ടോ. ഇത് എന്തൊരു പെണ്ണും പിള്ളേ നല്ല ശക്തിയാണല്ലോ, കൈയൊക്കെ എടുക്കുന്നു പറഞ്ഞു വൈസി അവിടെ ചൂടാകുന്നുണ്ടെങ്കിലും ഇവള് കൈ പിൻവലിക്കുന്നില്ല. പെട്ടെന്ന് പിൻവലിക്കുന്ന ടൈമിൽ നൈസായിട്ട് വൈസിയുടെ മുഖത്തിട്ടൊരു അടിയും കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഗ്യാപ്പിൽ ഹീസു ആണെങ്കിൽ പുറത്തേക്ക് ഓടുന്നതും പുറത്ത് വാൻ ഓൾറെഡി സെറ്റായിരിക്കും, വാനിൻ്റെ ഉള്ളിലേക്ക് ഹീസു കയറുന്നതും ഹ്യൂനാണെങ്കിൽ ഇവരെയൊക്കെ തള്ളി മാറ്റി എന്തെങ്കിലും കണ്ടുപിടിച്ചോ എന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. എല്ലാവരും അത്രയ്ക്കും ആകാംക്ഷയിലാണല്ലോ. ആ സ്റ്റാച്ചു റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ 3 പേരും ഒരുമിച്ച് ഷോക്കാകുന്നുണ്ട്. എന്നിട്ട് എന്താ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴേക്കും എന്നെ പിടിച്ചു എന്ന് ഇവൻ പറയുന്നത് കേട്ട് വീണ്ടും ഇവർ ഷോക്കാവുകയാണ് കേട്ടോ. ആരെ എന്തെന്ന് ചോദിക്കുമ്പോൾ അല്ല ശരിക്കും എന്നെ പിടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നീ എന്തുവാടാ ഈ പറയുന്നതെന്ന് സീനിയർ അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അല്ല എന്നെ പിടിച്ചതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട, ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പം നമ്മൾ എങ്ങനെയാ ഗോൾഡ് ബാർ അവിടെ നിന്ന് എടുക്കണം എന്നാണ് ചിന്തിക്കേണ്ടതെന്ന് പറയുമ്പോൾ നിനക്ക് എന്തെങ്കിലും പ്ലാൻ അറിയോ എന്ന് സീനിയർ കാര്യമായിട്ട് ചോദിക്കുമ്പോൾ എനിക്ക് പ്ലാനൊന്നും അറിയില്ല, നമ്മൾ കണ്ടുപിടിക്കണമെന്ന് കൂളായിട്ട് ഈസു പറയുന്ന ടൈമിൽ എടാ പിന്നെ നീ എന്തോ നാട് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നിന്റെ വർത്താനം കേട്ട എന്തോ പ്ലാൻ ഉണ്ടാക്കി സംസാരിക്കുന്നത് പോലെയാണെന്നൊക്കെ പറയുമ്പോൾ അത് കൊള്ളാം, എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നാണ് ഇതുവരെ കണ്ടുപിടിച്ച് വന്നത്, ഇനി നിങ്ങളെല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഈ 4 പേരും ബഹളം വെക്കുന്ന ഒരു കോമഡി സീനാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് സീരിയൽ ഈ ചെയർവുമൺ ആണെങ്കിൽ വൈസിയൊക്കെ വിളിച്ചൊരു മീറ്റിംഗ് നടത്തുമ്പോൾ ഈ ഫുഡ് മാർക്കിനനുസരിച്ച് കൊടുക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതിന് പിള്ളേർക്കൊക്കെ നല്ല എതിർപ്പുണ്ടെന്ന് പറയുമ്പോൾ ഈ പട്ടികൾ കുറയ്ക്കും, അത്
ശ്രദ്ധിക്കേണ്ടെന്ന് കൂളായിട്ട് ചെയർവുമൺ പറയുന്നുണ്ട്. വൈസ് പ്രിൻസിപ്പൾ ആണെങ്കിൽ സെക്യൂരിറ്റി കുറച്ചുകൂടി അലേർട്ട് ആക്കണം എന്ന് പറയുമ്പോൾ എന്താ അതിനിവിടെ ഒരു പ്രശ്നമില്ലല്ലോ എന്ന് പറയുന്ന ചെയർവുമണിനോട്, അല്ല ഈ നൈറ്റിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് ഇങ്ങനെ ഫുഡൊക്കെ ഡെലിവറി ചെയ്യാറുണ്ട്, ഇപ്പോൾ അടുത്ത് തന്നെ ഇന്നലത്തെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഹോസ്റ്റൽ ടീച്ചറുമായിട്ടൊരു കാര്യം ഉണ്ടായി എന്നൊക്കെ പറയുന്നതും ഇത് കേൾക്കുന്ന ഇവർക്ക് ഡൗട്ട് അടിക്കുന്നുണ്ട്. ചെയർവുമൺ ആണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അവിടെ പറയാനാണ് പറയുന്നത് കേട്ടോ. പിന്നീട് CCTV നോക്കുന്ന ടൈമിൽ ഹീസു ആണ് വന്നതെന്ന് വളരെ സിമ്പിളായിട്ട് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രിൻസി ആണെങ്കിലും ഇതിങ്ങനെ വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ വീണ്ടും ഗോൾഡ് ബാറിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറും. നമ്മൾ എന്താ ചെയ്യുകയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു നോക്കി, പക്ഷേ അവർക്ക് മനസ്സിലായില്ല. ശരി, എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്, ഇനി സെക്കൻഡ് ഗിഫ്റ്റ് അയക്കാൻ ടൈമായി എന്നോട് പറയുന്നതും ആ ടൈമിലാണ് എന്നെ അങ്ങോട്ട് വരുന്നത് കേട്ടോ. ഫുഡിനെ പറ്റി കംപ്ലൈൻറ്റ് ചെയ്യാനാണെങ്കിൽ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല, ഞാൻ ഭയങ്കര ബിസിയാണെന്ന് പറയുമ്പോൾ അതിനെ പറ്റിയിട്ടല്ല, ഹീസു ഒരു NIC ഏജൻ്റ് ആണെന്ന് അമ്മയ്ക്ക് മുന്നേ അറിയായിരുന്നു അല്ലേന്ന് ഇവിടെ ചോദിക്കുന്ന ടൈമിൽ ആളൊന്ന് ഷോക്ക് ആകുന്നുണ്ട്. എന്തോ ഇവിടെ ഞാൻ അറിയാൻ പാടില്ലാത്ത നടക്കുന്നുണ്ട്, എന്താ ഇവിടെ നടക്കുന്നതെന്ന് എന്നെ ചോദിക്കുന്ന ടൈമിൽ നിനക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറയും, അതല്ല എന്നുണ്ടെങ്കിൽ നീ അറിയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന അമ്മയോട് എനിക്ക് അറിയാൻ അവകാശമുണ്ടെന്നാണ് കേട്ടോ എന്നെ അവിടെ പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന ചെറുപ്പമാണെങ്കിൽ മോളെ എനിക്കിപ്പോൾ ഒരുപാട് കാര്യത്തിൽ ടെൻഷനാണ്, അറിയാലോ എഡ്യൂക്കേഷൻ പ്രോജക്റ്റ് അത് നമ്മുടെ ഭാവി സ്വപ്നമാണ്, അത് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഭാവിയിലെ ഒരു സക്സസറാണ് നീ, അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി മാത്രം ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയുന്ന അമ്മയോട് അമ്മ എപ്പോഴെങ്കിലും എന്നെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ, എൻ്റെ ആഗ്രഹങ്ങളെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ചെറുപ്പമളൊന്ന് ഡൗൺ ആകുന്നുണ്ട്. നിൻ്റെ അമ്മയെ നിനക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റും, അന്ന് നീ എൻ്റെ വില അറിയുമെന്നൊക്കെ പറയുന്ന അമ്മയാണെങ്കിൽ കുറേ ദിവസമായാലും നമ്മളൊരു വാക്കിന് പോയിട്ട് ഒന്ന് നടന്നു കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള എല്ലാ പ്രശ്നവും തീരുമെന്ന് പറഞ്ഞിട്ട് ചെയർവുമൺ ഇറങ്ങുന്നതും ആ ടൈമിൽ ആളുടെ ടാബിൽ ഒരു മെസ്സേജ് വരുന്നുണ്ട്, ഹീസുവിനെ പറ്റിയിട്ട് നിങ്ങൾ ചോദിച്ച കാര്യം അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. ഇത് ഞാൻ ശ്രദ്ധിക്കുന്നതും ഇവളതെടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഇതേ ടൈമിൽ ഉറക്കമെണീക്കുന്ന ഹീസു ആണെങ്കിൽ ഹ്യൂൻ ഇങ്ങനെ കണ്ണ് തുറന്ന് ഉറങ്ങുന്നത് കണ്ട് ശരിക്കും പേടിക്കുന്നുണ്ട് കേട്ടോ. ഇവരവിടെ ഇങ്ങനെ ഒത്തൊരുമയോടുകൂടി കിടക്കുന്നത് കണ്ടിട്ട് ഹീസുവിന് ചിരി വരുന്നുണ്ട്. ഇവൻ ആ ടൈമിൽ ഒരു കോള് വരുന്നുണ്ട്. ആ സീൻ അവിടെ കട്ട് ചെയ്ത് പിറ്റേ ദിവസം മൂസു ആണെങ്കിലും ആ സ്റ്റാച്ചുവിൻ്റെ അവിടെ എത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ അത് അനങ്ങുന്നത് പോലും ഇല്ല. ഇന്നലെ ഇതിങ്ങനെ തിരിച്ചപ്പോഴാണല്ലോ അനങ്ങിയെന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ അടിക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് റിയ എത്തുന്നതും റിയെ പെട്ടെന്ന് കാണുമ്പോൾ ഇവളൊന്ന് ഷോക്കാകുന്നുണ്ട് കേട്ടോ. ടൈം ആയില്ലേ ക്ലാസ്സിലേക്ക് പോകേണ്ടതെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും പോകുന്ന ടൈമിൽ ഒരു മെസ്സേജ് വരുന്നതും ഇത് നോക്കി ഷോക്കായി നിൽക്കുന്ന ഇരുവരെയാണ് കാണിക്കുന്നത്. സംഭവം ചെറുപ്പമണിയുടെ ഒരു ചീപ്പ് പരിപാടിയായിരിക്കും. നേരത്തെ ഹീസും ഹോസും ഡ്രിങ്ക്സ് അടിച്ച ഒരു സീൻ ഉണ്ടല്ലോ, ആ ഒരു പിക്സൊക്കെ കിട്ടുന്ന ചെറുപ്പമണാണെങ്കിൽ ഒരു ടീച്ചറും മൈനറായിട്ടുള്ള സ്റ്റുഡൻറ്റും ഡേറ്റിംഗ് ആണെന്ന് പറഞ്ഞ് അങ്ങ് പിടച്ചു വിടുകയാണ്. ഇത് കാണുന്ന കമൻറ്റ് സെക്ഷനിലുള്ള കമൻറ്റോളികളാണെങ്കിൽ ആ ടീച്ചറെ എത്രയും പെട്ടെന്ന് പിരിച്ചുവിടണം എന്ന് പറഞ്ഞ് ഇവിടെ നല്ല ചീത്തവിളിയൊക്കെ ആയിരിക്കും. ഇത് സ്കൂളിലെ എല്ലാവരും കാണുന്നതും ഇവരെല്ലാവരും ഒരുപോലെ ഷോക്കാകുന്നുണ്ട്. കമൻസ് ഒക്കെ വായിച്ച് സന്തോഷിക്കുന്ന ചെറുപ്പമണാണെങ്കിൽ ഞാൻ അപ്പോഴേ അവരോട് പറഞ്ഞത് എന്നോട് കളിക്കാൻ നിൽക്കേണ്ടെന്ന്, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്ന് പറയുന്ന ചെറുപ്പമണാണെങ്കിലും ഈ കമൻ്റ് ഇടുന്നവരൊക്കെ ശരിക്കും മന്ദബുദ്ധികളാണെന്നാണ് അവിടെ പറയുന്നത്. ഇവളാണെങ്കിലോ പിന്നീട് ടെൻഷൻ അടിച്ചിട്ട് വിറച്ചിട്ടാണ് കേട്ടോ ക്ലാസ്സിലേക്ക് വരുന്നത്. ക്ലാസ് തുടങ്ങാമെന്ന് പറയുമ്പോൾ ഈ പിള്ളേരാണെങ്കിൽ അല്ല ടീച്ചറെ ആ ഫോട്ടോയെ പറ്റിയിട്ട് ടീച്ചർക്കൊന്നും പറയാനില്ലേ, നിങ്ങൾ ശരിക്കും ഡേറ്റിംഗ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളങ്ങ് വിറക്കിയാണ് കേട്ടോ. അപ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇവരെന്നെ അച്ഛൻ്റെ ഹോസ്പിറ്റലിൽ കണ്ടുവെന്ന്, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നത്, എന്നാലും ടീച്ചർ ഇങ്ങനെ ചെയ്യുന്നു വിചാരിച്ചില്ല എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ പിറുപിറുക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് പ്രിൻസി എത്തുന്നതും. അതായത് ചെറുപ്പമൺ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ പറ്റത്തില്ല എനിക്ക് ക്ലാസ് ഉണ്ടെന്ന് പറയുന്ന ഹോസുവിനോട് ഇനി ഇവിടെ ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് പ്രിൻസി ദേഷ്യത്തിൽ സംസാരിക്കുമ്പോൾ ഇതെല്ലാം കേൾക്കുന്ന പിള്ളേരാണെങ്കിൽ ആളിനെ പിരിച്ചുവിടാൻ പോവുകയാണോ എന്നൊക്കെ ഇങ്ങനെ അടക്കം പറയുന്നുണ്ട്. ആ ടൈമിലാണ് നല്ല സ്റ്റൈലായിട്ട് ആരാ ടീച്ചറെ ക്ലാസ് എടുക്കാൻ സമ്മതിക്കാത്തതെന്നും പറഞ്ഞിട്ട് ഹീസു അങ്ങോട്ട് വരുന്നതും ഹീസുവിനെ കാണുമ്പോൾ ഇവർക്കൊക്കെ അങ്ങ് ഹാപ്പി ആകുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിലോ നേരെ ഡയറക്ടറുടെ കൈ അങ്ങ് മാറ്റിയിട്ട് ഇവിടെ പിള്ളേരുണ്ട് അതുകൊണ്ട് അധികം സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ പ്രിൻസി അങ്ങ് പാവം കുട്ടിയായിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന പിള്ളേരാണെങ്കിലും അല്ല ഇപ്പം നമ്മൾ ശരിക്കും കൈ അടിക്കണോ അതോ വെറുതെ ഇരുന്നാൽ മതി എന്ന് ചോദിക്കുമ്പോൾ കൈ അടിക്കണം എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുന്ന ഹോസു ആണെങ്കിൽ നീ എന്തേ കാണിക്കുന്നത്, എന്തിനിങ്ങോട്ട് വന്നേന്നൊക്കെ ഹീസുവിനോട് ചോദിക്കുന്നതും ഇവനാണെങ്കിലോ ഈ ചിത്രത്തിന് പിന്നിലുള്ള സത്യം നിങ്ങളോട് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ്, അതായത് ഈ ഒരു ചിത്രം റിയൽ ആണെന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും ഷോക്കാകുന്നുണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ആളൊരു മൈനറായിട്ട് ഡേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ്, ഞാനൊരു മൈനർ അല്ല എന്ന് പറഞ്ഞ് ഇവൻ്റെ മിലിറ്ററി സർവീസിൻ്റെയോ അങ്ങനത്തെ ഒരു ID കാർഡ് അവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണുന്ന ഇവരെല്ലാവരും ഷോക്കാവുകയാണ്. അപ്പം നമ്മളെയൊക്കെ വയസ്സുണ്ട് പക്ഷെ കണ്ടാൽ തോന്നില്ല, വിശ്വസിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ വണ്ടടിക്കുന്ന ടൈമിൽ ധൂമിനാണെങ്കിലോ ഇവൻ്റെ വയസ്സ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 31 വയസ്സായോ എന്ന് പറയുമ്പോൾ വേറെ ചില
ചില പിള്ളേഴ്സ് ആണെങ്കിൽ അങ്കിളേന്ന് വിളിക്കേണ്ടി വരുമെന്ന് ചോദിക്കുമ്പോൾ ആരാണ് അങ്ങനെ വിളിച്ചതെന്ന് ചോദിച്ച് ചൂടാകുന്ന ഈസു ആണെങ്കിൽ അപ്പോൾ ഞാൻ എല്ലാവരുടെയും ഒരു ബിഗ് ബ്രദറാണ്, അതുകൊണ്ട് ചേട്ടാന്ന് വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ബുള്ളി ബോയ്സ് ആണെങ്കിൽ ഹായ് നമുക്ക് അങ്ങനെ ഒരു ചേട്ടനെ കിട്ടിയെന്നാണ് കേട്ടോ അവിടെ പറയുന്നത്. ഇതേ ടൈമിൽ റിയയുടെ ക്ലാസ്സിലുള്ള പിള്ളേഴ്സിനും ഹീസു വന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് വരുമ്പോൾ ഇവരെല്ലാവരും അവിടെ നിന്നും പോകുന്നുണ്ട്. ഉറങ്ങുന്ന റിയ ആണെങ്കിലും പിള്ളേരൊക്കെ എങ്ങോട്ട് പോയി, ബെല്ലടിച്ചു എന്നാണ് അവിടെ ചോദിക്കുന്നത്. ഹീസു എത്തിയ കാര്യം പ്രിൻസി ചെയർവുമനെ അറിയിക്കുമ്പോൾ ചെയർവുമൻ ശരിക്കും ഞെട്ടുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാമെന്ന് ഹീസു പറയുന്ന ടൈമിൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ അല്ല നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്, അപ്പോൾ നിങ്ങൾ ശരിക്കും ആരാന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിലും നാഷണൽ ഇൻ്റലിജൻസ് ഏജൻറ്റ് NIC അത് പറയാൻ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ സിസ്റ്റർ ആണെങ്കിൽ പറയരുതെന്ന് അവിടെ പറയുന്നുണ്ട്. ഹോസു ആണെങ്കിൽ ഇതുപോലെ പറയല്ലേ എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ നൈസായിട്ട് അത് പിന്നെ ഞാൻ നാഷണൽ ബേസിക് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് വന്നതാണ്, ഞാൻ അത് ഇതുവരെ നേടിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്നൊരു ബുള്ളി ബോയ് ആണെങ്കിൽ ഒന്നും മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ മറ്റൊരുത്തനാണെങ്കിൽ അതായത് ഹൈസ്കൂളിൽ പഠിച്ചിട്ടില്ല എന്നവിടെ പറയുന്നുണ്ട് കേട്ടോ. ഹീസു ആണെങ്കിൽ പിന്നീട് ഭയങ്കര ആക്ടിങ് ഒക്കെ ആയിരിക്കും. അന്ന് പ്രാരാബ്ദം കാരണം എനിക്കതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഹൈസ്കൂൾ നേടാൻ കഴിഞ്ഞില്ല, ഒരു സിറ്റിസൻ്റെ അവകാശമാണല്ലോ ഈ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത്, അതുകൊണ്ട് ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ, നിങ്ങൾ എന്നെ വെറുക്കരുതെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന പിള്ളേഴ്സ് ആണെങ്കിൽ അയ്യോ പാവം പഠിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹത്തിന് വന്നതാലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ യുജോങ്ങിനും മറ്റും ചിരിയാണ് വരുന്നത്. അപ്പോൾ ധൂമിനാണെങ്കിൽ അല്ല അപ്പോൾ ഫോട്ടോയുടെ കാര്യം അത് പറഞ്ഞില്ലല്ലോ, നിങ്ങൾ തമ്മിൽ എന്താ റിലേഷൻ എന്ന് ചോദിക്കുമ്പോൾ എന്നെ ഇവിടെ ചേർത്താനും മറ്റും ആളാണ് ഹെൽപ്പ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്ന ഹീസു ആണെങ്കിലും ഇവളെ നോക്കിയിട്ട് അത് മാത്രമല്ല എനിക്ക് ഇവളെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഹോസു ശരിക്കും സ്റ്റക്കായി പോകുന്നുണ്ട്. ലൈറ്റായിട്ട് അവിടെ ഒരു മ്യൂസിക് പ്ലേ ആകുന്നതും ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പിള്ളേഴ്സ് ആണെങ്കിൽ അങ്ങ് നാണം വരുന്നുണ്ട് കേട്ടോ. കിസ് ചെയ്യണം എന്നൊക്കെ ഇവർ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹോസു ആണെങ്കിൽ ഇതെന്താ ഈ പറയുന്നത്, മിണ്ടാതിരിക്കും പിള്ളേരെന്ന് അവിടെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് വരുന്ന ഇതൊക്കെ കാണുന്ന റിയയ്ക്ക് അങ്ങ് നാണം വരുന്നുണ്ട്. എന്നാൽ അങ്ങോട്ട് വരുന്ന ചെറുവുമണ്ണ് നാണമൊന്നുമല്ല വരുന്നത്, പകരം നല്ല ദേഷ്യമായിരിക്കും. പിന്നീട് ചെറുവുമൺ ആണെങ്കിൽ ഈ ഒരു ബാഡ് റൂമർ നീ നല്ലൊരു റൊമാൻറ്റിക് സ്റ്റോറി ആക്കി മാറ്റിയില്ലേ എന്ന് പറയുമ്പോൾ അതൊക്കെ സിമ്പിൾ അല്ലേ എന്ന് പറയുന്ന ഹീസു ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഞാൻ വെറുതെ വിടില്ല, നിങ്ങളുടെ ഊഴം കഴിഞ്ഞു, ഇനി എൻ്റെ ടേൺ ആണെന്ന് പറയുന്ന ഹീസു ആണെങ്കിൽ അല്ല നിങ്ങൾക്ക് എപ്പോഴും ദേഷ്യം വരുമ്പോൾ ചിരിക്കാറുണ്ട്, അതുപോലെ ചിരിക്കുന്നില്ലേ എന്ന് ചോദിച്ച് നന്നായി ഒന്ന് കൊടുത്തിട്ടാണ് കേട്ടോ അവിടെ നിന്നും പോകുന്ന ടൈമിൽ പിന്നാലെ വരുന്ന ഹോസു ആണെങ്കിൽ ഗേറ്റ് വരെ നമുക്ക് ഒരുമിച്ച് പോയാലോ എന്ന് ചോദിക്കുന്നതും പിന്നെന്താന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും നടന്നു പോകുന്ന ഒരു നൈസ് സീനാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ചെയർവുമൺ ആണെങ്കിൽ ഹീസു കറക്റ്റ് ആ ടൈമിൽ വന്നതുകൊണ്ടാണ് പ്രശ്നം അങ്ങ് സിമ്പിളായിട്ട് തീർന്നത്, അല്ലെങ്കിൽ അവളെ പുറത്താക്കായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പ്രിൻസി ആണെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ ലീക്ക് ഔട്ട് ആയിട്ടുണ്ടെന്ന് പറയുന്നതും എങ്ങനെ ലീക്ക് ഔട്ട് ആവാനാണ്, നമുക്ക് രണ്ടുപേർക്ക് മാത്രമേ ഇതിനെപ്പറ്റി അറിയൂ എന്ന് പറയുന്ന ടൈമിലാണ് നേരത്തെ മകള് ഈ ടാബ് നോക്കി നിൽക്കുന്ന ഒരു സീൻ അമ്മ കണ്ടിരുന്നു കേട്ടോ. അത് ആലോചിച്ചെടുക്കുന്നതും ഇവനെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് നേരത്തെ ഇവനൊരു കോൾ വരുന്ന സീൻ കാണിച്ചിരുന്നു, അത് ഇവനെയായിരുന്നു കേട്ടോ. അതായത് അമ്മയുടെ ഫോണിൽ ഇതൊക്കെ കണ്ടിട്ട് ഇവൾ ഹീസുവിനെ അപ്പം തന്നെ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. സംഭവം പ്രശ്നമാകുമെന്ന് അറിയുന്ന ഇവനാണെങ്കിൽ അപ്പോൾ തന്നെ സ്കൂളിലേക്ക് വരുന്നതും സെക്യൂരിറ്റിക്കാരൻ ഇവനെ അകത്തേക്ക് കയറ്റി വിടുന്നില്ല. അപ്പോൾ ഇവനെയാണെങ്കിലും എനിക്കറിയാവുന്ന ആളാണെന്ന് പറഞ്ഞിട്ടാണ് അകത്തേക്ക് കയറ്റുന്നത്. ഇതൊക്കെ എന്തിനാ എന്നോട് പറഞ്ഞേന്ന് ഹീസ് ചോദിക്കുന്ന ടൈമിൽ അതറിയത്തില്ല, എനിക്ക് പറയണമെന്ന് തോന്നിയെന്ന് ഞാൻ അവിടെ പറയുന്നതും അതായത് ഹോസ് ടീച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്ന ഇവളാണെങ്കിൽ നിങ്ങൾ എൻ്റെ അമ്മയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ പറയാനാണ് കേട്ടോ ഹീസു അവിടെ പറയുന്നത്. പിന്നീട് ഇവൾ വീട്ടിലേക്ക് എത്തുന്ന ടൈമിൽ അമ്മയാണെങ്കിലും എന്തിനാണ് ഹീസുവിന് ഇതൊക്കെ പറഞ്ഞു കൊടുത്തതെന്ന് പറഞ്ഞ് ചൂടാകുമ്പോൾ എനിക്കെല്ലാം മനസ്സിലായി, അമ്മ എന്തോ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യുന്നുണ്ട്, അതിനെതിരെ സംസാരിക്കാനാണ് ഹീസു വന്നതെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അമ്മയാണെങ്കിൽ നീ ഇവിടെ പഠിച്ചത് മതി, ഇനി അബ്രോഡിലേക്ക് പോകണം എന്നൊക്കെ പറയുമ്പോൾ എന്നെയാണെങ്കിൽ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ചൂടാകുമ്പോൾ അമ്മയാണെങ്കിൽ നൈസായിട്ട് ഹഗ് ചെയ്തിട്ട് മോൾ എന്തായാലും അവിടെ പോയി പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആ ഒരു കാര്യം അവിടെ തീരുമാനാക്കുന്നുണ്ട്. പിന്നീട് പ്രിൻസിയെ വിളിച്ച് ഇന്ന് തന്നെ ആ ഗോൾഡ് ബാർ കണ്ടെത്തണം, മെയിൻ ബിൽഡിങ്ങിൻ്റെ എല്ലാ സ്ഥലവും പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞ് കട്ട് ചെയ്യുന്ന ഇവളാണെങ്കിൽ ഞാൻ ഒരിക്കലും അത് ഹീസുവിന് വിട്ടുകൊടുക്കില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സീനിൽ ഹീസും ഇവൻ്റെ ടീം മെമ്പേഴ്സും ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾ ന്യൂസ് കണ്ടില്ലേ, 30 വയസ്സുള്ള ഒരുത്തൻ സ്കൂൾ സ്റ്റുഡൻ്റ് ആയിട്ട് സ്കൂളിലേക്ക് ചെന്നിരിക്കുന്നു, എന്തിൻ്റെ ആവശ്യമുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ സീനിയർ ആണെങ്കിൽ കാലമൊക്കെ എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹീസു ആണെങ്കിൽ പറയുന്നത് എന്നെ പറ്റിയെന്ന് പറയുമ്പോൾ ഇവർ 3 പേരും ഷോക്കാകുന്നുണ്ട് കേട്ടോ. അതായത് ഇവർക്ക് ഇതുവരെ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ നിന്നെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കിയോ എന്ന് സീനിയർ അവിടെ ചോദിക്കുമ്പോൾ ഹ്യൂനാണെങ്കിൽ ഇവൻ ഹോസുവിൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ അതാണ് കാണിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ NIC ഏജൻ്റ് ആണെന്നൊന്നും അവരോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഇവനാണെങ്കിൽ അത് പിന്നെ ഹോസു നമ്മളെ ഹെൽപ്പ് ചെയ്തതാണല്ലോ, സോ അവൾക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ വേണ്ട ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇത് കേൾക്കുന്ന സീനിയർ ആണെങ്കിൽ സത്യം പറയടാ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവിടെ ചോദിക്കുകയാണ് കേട്ടോ. ഒന്നുമില്ലെന്ന് ഇവൻ പറയുന്ന ടൈമിലാണ് ഹോസു മറ്റൊരു ഡിഷായിട്ട് ഇവൻ്റെ അടുത്തേക്ക് വരുന്നതും ചിരിച്ചുകൊണ്ട് അത് സെർവ് ചെയ്ത് പോകുമ്പോൾ ഇത് കാണുന്ന ഹ്യൂനാണെങ്കിൽ അവരുടെ നോട്ടം കണ്ടില്ലേ, ഇത് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് തന്നെ സംഭവം എന്ന് പറയുമ്പോൾ ലേഡി സ്റ്റാഫ് ആണെങ്കിൽ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവുന്നില്ല എന്നൊക്കെയാണ് കേട്ടോ അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഹീസു ആണെങ്കിലും അതൊക്കെ ഇവിടെ ഇപ്പം അതല്ല ഇമ്പോർട്ടൻറ്റ്, ഇന്ന് തന്നെ നമ്മൾ ആ ഗോൾഡ് ബാർ കണ്ടെത്തണം, ഇന്ന് നമുക്കത് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ചെയർവുമണിൻ്റെ കയ്യിലെത്തുമെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന
നിൽക്കുന്ന സീനിയർ ആണെങ്കിൽ ഇന്ന് കണ്ടുപിടിക്കാൻ എടാ എങ്ങനെ ഒരു വാറൻറ്റ് പോലും നമുക്ക് കിട്ടത്തില്ല, പിന്നെ അവിടെ ഫുൾ ടൈം സെക്യൂരിറ്റീസ് ആയിരിക്കും, നമ്മൾ എങ്ങനെ കയറും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹ്യൂനാണെങ്കിൽ ഇനിയിപ്പോൾ കള്ളത്തരം കാണിച്ച് കയറാമെന്ന് വിചാരിച്ച് അതിന് പോലും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഹീസു ആണെങ്കിലും കള്ളത്തരൊന്നും കാണിക്കേണ്ട, നമ്മളൊരു ഓപ്പൺ അറ്റാക്കാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് ചിരിക്കുന്ന ഹീസുവിനെയാണ് കേട്ടോ കാണിക്കുന്നത്. ഇതേ ടൈമിൽ ചെയർ വുമണിന് ഒരു മെസ്സേജ് വരുന്നുണ്ട്. അതായത് പുതുതായിട്ട് തുടങ്ങാനിരിക്കുന്ന എഡ്യൂക്കേഷൻ സിറ്റിയിൽ ഇവളുടെ ഒരു സ്റ്റാച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സ്റ്റാച്ചുവിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വരുന്നത്. ഇത് കാണുന്ന ചെയർ വുമൺ ആണെങ്കിൽ പൈസ കിട്ടിയില്ലെങ്കിൽ ഇതൊന്നും കാര്യമില്ലെന്ന് പറയുന്ന ടൈമിലാണ് ഈ സ്റ്റാച്ചു എന്ന വാക്ക് ഇവളുടെ മനസ്സിൽ അങ്ങ് കയറുന്നത് കേട്ടോ. അതായത് മൂന്നാമത്തെ ക്ലൂവിൽ ആ ഡയറക്ടർ എന്ന് പറയുന്നത് ഡയറക്ടറുടെ സ്റ്റാച്ചു ആണെന്ന് ഹീസു കണ്ടുപിടിച്ച അതേ സംഭവം തന്നെ ഇവൾക്ക് ഇപ്പം കത്തുന്നുണ്ട്. എന്താ ടൈമിംഗ് എന്ന് നോക്കണല്ലേ. ഇതേ ടൈമിൽ ഇപ്പോൾ തന്നെ ഓപ്പൺ അറ്റാക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന സീനിയർ ആണെങ്കിൽ ഡയറക്ടർ നമ്മുടെ കൂടെ ഇല്ല, അതായത് ഒരു ബാക്കപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ ചോദിച്ച് ആര് തരും എന്നൊക്കെ പറയുന്ന ടൈമിലാണ് ഹോസുവിൻ്റെ അമ്മ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് വരുന്നത് കേട്ടോ. ഇത് കാണുമ്പോൾ ഇവരെല്ലാവരും ഷോക്കാകുന്നുണ്ട്. ഹീസു ആണെങ്കിൽ അയ്യോ അമ്മയോ എങ്ങനെയെന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല നിങ്ങളെ പറ്റിയിട്ടൊക്കെ മകൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എത്ര ആളുകളെ വേണ്ടേ ഞാൻ സെറ്റാക്കി തരാമെന്ന് പറയുന്നത്. പിന്നീട് ഇതുവരെ കണ്ട ഹോസുവിൻ്റെ അമ്മയല്ല കേട്ടോ കാണിക്കുന്നത്. ആൾ ഒരു ബ്ലാക്ക് സ്യൂട്ടും മറ്റും ധരിച്ച് ഒരു ഗെയിം സ്റ്റോറിലേക്ക് പോകുന്നതും അവിടെ ഈ തണ്ടും തടിയൊക്കെയുള്ള കുറേ ആളുകൾ ഇരിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അവരോട് പിള്ളേരെ നിങ്ങൾ റെഡിയല്ലേ, നമുക്കൊരു പണി കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അതിനെന്താ മേഡം ഞങ്ങൾ റെഡിയാണെന്നൊക്കെ പറയുന്നതും പിന്നീട് ഇവരെ കൂട്ടിയിട്ട് സീനിയറിൻ്റെയും ഹീസുവിൻ്റെ അടുത്തേക്കൊക്കെ ചെല്ലുമ്പോൾ ഇത് കണ്ടിട്ട് ഇവരൊക്കെ അങ്ങ് ഷോക്കായി നിൽക്കുകയാണ്. അതായത് ഹോസുവിൻ്റെ അമ്മയ്ക്ക് ഇതുപോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഹീസു ആണെങ്കിൽ ഹോസുവിനോട് നിൻ്റെ അമ്മയുടെ പാസ്റ്റ് എന്താണെന്ന് നിനക്ക് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അറിയത്തില്ല, ഇപ്പോഴാണ് മനസ്സിലായത്, ഇനി മുതൽ ഞാൻ തർക്കത്തരം പറയില്ല എന്ന് പറയുമ്പോൾ അതാ നല്ലതെന്ന് ഹീസുവോടെ പറയുന്നുണ്ട്. അങ്ങനെ ഈ അമ്മയാണെങ്കിൽ ഇവരെല്ലാം സെറ്റാക്കിയിട്ട് അവിടെ നിന്നും പോകുന്നതും നമുക്കും ഉടനെ തന്നെ പോകണമെന്ന് സീനിയർ പറഞ്ഞ് അവിടെ നിന്ന് എല്ലാവരും പോകുമ്പോൾ ഹീസു ആണെങ്കിൽ ഹോസുവിനോട് സംസാരിക്കാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ ഹ്യൂനാണെങ്കിലും ഇയാളില്ലേന്ന് ചോദിക്കുമ്പോൾ ലേഡി സ്റ്റാഫ് ആണെങ്കിൽ എടാ മണ്ട ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ഹ്യൂനിനെ അവിടെ നിന്നും വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു ദിവസം കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ഹീസു ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കില്ല അല്ലേ, എന്തായാലും ആ യൂണിഫോമിൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു എന്നൊക്കെ പറയുന്ന ഇവളാണെങ്കിലും ഈ മിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിച്ചാലോ എന്നാണ് കേട്ടോ ചോദിക്കുന്നത്. അതിനെന്താ ഫുഡ് മാത്രമാകേണ്ട ഡ്രിങ്ക്സ് ഒരുമിച്ച് അടിക്കാമെന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്ന് പോകുമ്പോൾ അതായത് ഇവള് ഭയങ്കര നാണം കുണുങ്ങിയിട്ടാണ് കേട്ടോ അതൊക്കെ ചോദിക്കുന്നത്. ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള ഹോസുവിനെയാണ് അവിടെ കാണിക്കുന്നത്. ഇതേ ടൈമിൽ ചെയർവുമൺ ആണെങ്കിലും അതായത് സ്കൂളിൽ ആ സ്റ്റാച്ചുവിൻ്റെ താഴെയാണ് ഗോൾഡ് ബാർ ഉള്ളത്, അത് കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഹെവി മെഷീൻസ് ഒക്കെ ഇപ്പം തന്നെ വരുത്തണം, ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞ് പ്രിൻസിയെ വിളിക്കുന്നതും ആളാണെങ്കിൽ ഈ സ്റ്റാച്ചുവിൻ്റെ അവിടെ പോയിട്ട് നിൽക്കുന്ന ടൈമിലാണ് പെട്ടെന്ന് പുറത്തൊരു ശബ്ദം കേൾക്കുന്നത് കേട്ടോ. ചെയർവുമൺ ആണെങ്കിൽ കോള് വരുന്നുണ്ട്. എല്ലാം സെറ്റായോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം എന്നാണ് കേട്ടോ പ്രിൻസി അവിടെ പറയുന്നത്. അതായത് ഹീസുവും ഗ്യാങ്ങും അവിടെ എത്തിയിട്ട് മൊത്തം അങ്ങ് ബ്ലോക്ക് ചെയ്യാണ്, അതായത് വണ്ടികൾക്കൊന്നും ഉള്ളിലേക്ക് കടക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് എത്തുന്ന ചെയർവുമൺ ആണെങ്കിൽ എൻ്റെ സ്കൂളിൽ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളെ NICയിൽ നിന്നാണ് വരുന്നത്, അതായത് നോർത്ത് കൊറിയയിൽ നിന്നൊരു സ്പൈ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞൊരു ഇൻഫോർമേഷൻ കിട്ടിയെന്ന് പറയുന്നതും എവിടെ കള്ളത്തരായിരിക്കും. ഇത് കേൾക്കുന്ന ചെയർവുമൺ ആണെങ്കിൽ അങ്ങനെയാണോ എന്നാൽ അതൊന്നും അറിയണല്ലോ എന്ന് പറഞ്ഞ് ഡയറക്ടറെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഡയറക്ടർ ആണെങ്കിൽ കാര്യമായിട്ട് ഗോൾഫ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവിടെ ഓൾറെഡി ഇവർ സെറ്റാക്കിയിട്ടുള്ള ലേഡി സ്റ്റാഫാണ് ചെയർവുമണിൻ്റെ ഫോൺ എടുക്കുന്നത്. ഇവളാണെങ്കിൽ ആൾ ബിസി ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നതും ഇവളാണെങ്കിൽ ദേഷ്യത്തിൽ നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ ഞാൻ അതിന് സമ്മതിക്കത്തില്ല, എത്രയും പെട്ടെന്ന് നമ്മുടെ ആളുകളെ വിളിക്കുന്ന ഇവൾ പ്രിൻസിയോട് പറയുന്നതും അപ്പോൾ സീനിയർ ആണെങ്കിൽ അവിടെ നിന്ന് പോകാൻ പറയാണ് കേട്ടോ. അപ്പോൾ സീനിയറുടെ കൈയാണെങ്കിൽ ഈ ചെയർവുമൺ ഇങ്ങനെ തട്ടി മാറ്റുന്നൊക്കെയുണ്ട്. സീനിയർ ആണെങ്കിൽ ഹീസുവിനോട് നീ പറഞ്ഞത് കേട്ടില്ലേ അവരുടെ ആളുകളെ വിളിക്കുകയെന്ന്, അത് എത്ര ആളുകളൊന്നും അറിയത്തില്ല, നമ്മൾ പെട്ടുപോകുമെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും ഇപ്പോൾ ആലോചിക്കാൻ സമയമില്ല, ഇന്ന് തന്നെ ആ ഗോൾഡ് ബാർ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് സ്കൂളിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഹീസു ആണെങ്കിലും ആ സ്റ്റാച്ചു അതങ്ങ് റൊട്ടേറ്റ് ചെയ്യുന്ന ടൈമിൽ അതങ്ങ് തന്നെ നീങ്ങി പോകുന്നുണ്ട് കേട്ടോ. താഴത്തേക്ക് ഒരു ഡോറാണ് കാണുന്നത്. അത് ഓപ്പൺ ചെയ്ത് പോകുന്ന ടൈമിൽ അവിടെ ഒരുപാട് വാതിലൊക്കെ ഉള്ള ഒരു ബേസ്മെൻ്റ് ആയിരിക്കും അത്. ആ ബേസ്മെൻറ്റിലെത്തുന്ന ഇവൻ എന്താ കാണുന്നത് എംപ്റ്റി ആയിട്ടുള്ള ഒരു ടേബിളും കുറച്ച് ചെയേഴ്സും ആയിരിക്കും. ഇവൻ ഉടനെ തന്നെ സീനിയറെ കോൺടാക്ട് ചെയ്യുന്നതും ഈ ഒരു ഗോൾഡ് ബാർ അതുണ്ടെന്ന് തന്നെ തോന്നുന്നില്ല, അതായത് അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ എന്താ നീ പറയുന്നതെന്ന് സീനിയർ അവിടെ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കണക്ഷൻ ബ്രേക്ക് ആകുന്നതും പെട്ടെന്നാണ് സൈഡിലായിട്ട് എന്തോന്ന് കണ്ട് ഇവൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അതുപോലെ ആകെ ഡൗൺ ആയിട്ട് ഇവൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. അതായത് ഇവൻ കാണുന്നത് മറ്റൊന്നും ആയിരിക്കില്ല, ഒരു അസ്ഥിക്കൂടായിരിക്കും. അതായത് ഇവൻ്റെ അച്ഛൻ്റെ അതേ കോട്ടും ഇവൻ അച്ഛന് ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ള അതേ വാച്ചും ആയിരിക്കും ആ അസ്ഥിക്കൂടത്തിനുണ്ടായിരിക്കുക. അതിവൻ്റെ അച്ഛനാണെന്ന് ഇവൻ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ പിന്നീട് അവിടെ ഇരുന്ന് കരയുന്നതും അങ്ങനെ ശരിക്കും നമ്മളെ വിഷമിപ്പിച്ചിട്ട് ഒരു സാഡ് സീനോട് കൂടിയിട്ടാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനിയുള്ള എപ്പിസോഡിൽ ചെയർവുമൺ ആണെങ്കിൽ ഹീസു ഗോൾഡ് ബാറൊക്കെ തട്ടിയെടുത്തു, അതെവിടെയാണെന്നൊക്കെ ചോദിച്ച് ഇവൻ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നതും ഇവനാണെങ്കിലും ഡയറക്ടറുടെ പിന്നാലെ പോകുന്നതും അതുപോലെ ഓസുവിനോട്
ഗോൾഡിനോട് ചെയ്തു തന്ന ഉപകാരത്തിനൊക്കെ നന്ദിയുണ്ടെന്ന് പറഞ്ഞ് ബായിയൊക്കെ പറഞ്ഞു പോകുന്നതും ഒരുപാട് പോലീസേഴ്സാണെന്ന് തോന്നുന്നു ഇവനെ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ളൊരു സീന് കാണിച്ചിട്ടാണ് എപ്പിസോഡ് എന്തായാലും അവസാനിക്കുന്നത്. ഗോൾഡ് ബാർ ശരിക്കുള്ളതാണോ, അതെങ്ങോട്ടാണ് മാറ്റിയത്, ഇവൻ്റെ അച്ഛൻ എന്താ സംഭവിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്തേ പറ്റൂ. അതുമാത്രമല്ല ഇനി 2 എപ്പിസോഡോട് കൂടിയിട്ട് ഈ സീരീസ് അവസാനിക്കുന്നതാണ്.